കൊല്ലം കുണ്ടറയിലെ സ്വന്തം വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 10 വയസ്സുകാരി എഴുതിയതെന്ന് കരുതപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. വീട്ടിൽ സമാധാനമില്ല, ആത്മഹത്യ ചെയ്യുന്നു, മരിക്കുന്നതിൽ ആർക്കും ഉത്തരവാദിത്തമില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അക്ഷരങ്ങൾ പഴയ ലിപിയിലുള്ളതാണ്, തീയതിയും ഒപ്പും സഹിതമാണ് കുറിപ്പ്. എന്നാൽ ഈ കുറിപ്പ് കുട്ടി എഴുതിയതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. 10 വയസ്സുകാരി നിരന്തരം ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സ്വകാര്യ ഭാഗങ്ങളിലടക്കം കുട്ടിയുടെ ശരീരത്തിൽ 22 മുറിവുകളുണ്ടായിരുന്നു. സംഭവത്തിൽ കുട്ടിയുടെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടായില്ല. സംഭവം നടന്ന് 2 മാസം പിന്നിട്ടിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. കേസിൽ അന്വേഷണം നടക്കുകയാണെന്നും അനാവശ്യമായ തിരക്ക് കാണിക്കേണ്ട എന്നുമാണ് പോലീസ് ഭാഷ്യം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കുട്ടിയുടെ ദുരൂഹ മരണത്തിൽ പോലീസ് അലംഭാവം കാട്ടുന്നുവെന്ന് ആരോപിച്ച് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് CPM-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. ജനുവരി 15-നായിരുന്നു 10 വയസ്സുകാരിയെ ജനൽക്കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലുകൾ തറയിൽ മുട്ടി നിൽക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടി നിരന്തരമായി ലൈംഗിക ചൂഷണത്തിന് വിധേയയായിരുന്നു എന്ന് വ്യക്തമായത്. ക്രൈം ഡെസ്ക്, മംഗളം ഓൺലൈൻ.